നമസ്കാരം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അയലക്കറി, അതാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ അയലയൊക്കെ നല്ല വെട്ടി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ മുറിച്ചിട്ടൊന്നുമില്ല, ഒറ്റ പീസായിട്ടല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണേലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എന്നാൽ ടേസ്റ്റിന് യാതൊരു കുറവും ഉണ്ടാകത്തുമില്ല. അപ്പം വില്ലേജ് ഗ്യാസ് സ്റ്റോവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. നമ്മളപ്പോൾ ഇത് ചട്ടി വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ നമ്മൾ ഉലുവ എന്നിട്ടൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാവേ എൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് അതൊന്ന് പൊട്ടണം. അപ്പോൾ ഇനി സാധാരണ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് മൂപ്പിച്ചല്ലേ എടുക്കണം. പക്ഷേ വഴറ്റി ചേർക്കണം. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ അതിന് പകരമായിട്ട് നമ്മുടെ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ ആ പച്ചക്കായി ഒരു വഴറ്റാതെ തന്നെയാണ് നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കറി വെക്കുന്നത്. പക്ഷെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റ് കുറച്ച് മറ്റേനേക്കാൾ ഒരു ഈ ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് വ്യത്യസ്തമായ ടേസ്റ്റ് ആണ്. അത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു സംഭവം. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മുടെ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ ആണ് ഇടുന്നത്. അപ്പൊ തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നമ്മള് മഞ്ഞൾ 1/4 ടീസ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കി കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂണാണ് നമ്മുടെ മല്ലിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 നുള്ള് മാത്രം കുരുമുളക് പൊടി മാത്രം ചേർക്കും. അത് നമ്മൾ 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർത്തത്. ഇനി നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടംപുളി ചേർക്കണം. കൊടംപുളിയും കൂടെ ചേർത്തിട്ട് കൊടംപുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ മീഡിയം സൈസ് ഉള്ളി, 1/2 ഇഞ്ചോളം വലുപ്പമുള്ള ഇഞ്ചി, ഒരു 3 ചെറിയ വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും കൂടെ ഇട്ടു. ഇപ്പം നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 കപ്പ് കൂടെ വെള്ളം ചേർക്കാവേ. നമ്മളിപ്പം ഏകദേശം 1 കിലോ അയല നമ്മൾ വാങ്ങി. അപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 1 കിലോ കാണത്തില്ല. 3/4 കിലോളം ഉണ്ടെന്നാലും അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇത് വേകാനും എല്ലാത്തിനും കൂടെ ആയിട്ട് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ആവശ്യത്തിന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്വല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് വളരെ വേഗം നമ്മുടെ കറിയാകും. ഇത് വേഗം ഒരു താമസം മാത്രമേ ഉള്ളൂ. കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്താൽ മാത്രമേ ഒരു മീഡിയം തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പരിപാടി സംഭവം. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടപ്പം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിടിച്ച് ഒന്ന് ഇളക്കി ജസ്റ്റ്. ഈ സമയത്ത് വേണമെങ്കിൽ നമ്മുടെ മീൻ കറിയുടെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂവി കിടക്കണം. ഇതൊരു ചാറ് കറിയാണ്. കപ്പയുടെ ഒക്കെ കൂടെ ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് നന്നായിട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ ചാറ് കറിയാണ്. പിന്നെ കൂടുതൽ നേരം വെച്ചാൽ വേണമെങ്കിൽ വറ്റിച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എടുക്കുന്നത് വഴറ്റി എല്ലാം എടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ പുറത്തോട്ട് കറിവേപ്പില ഒരു പച്ച കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും. എന്നിട്ട് ഇനി നമുക്കൊരു മീഡിയം ഇനി നമ്മൾ തീ കുറച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ച്
വേവിക്കണം. അധികം നേരം ഒന്നും വേവിക്കണ്ട, അയലയാ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് സംഭവം റെഡിയായി കിട്ടും. നമുക്ക് ചോറ് കഴിക്കാം അല്ലേ? അതെ. നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് റെഡിയായിട്ടുണ്ട് സാധനം. അപ്പം ഇതേ അധികം ഇളക്കല്ലേ കേട്ടോ, ഇളക്കി കഴിഞ്ഞാൽ പൊടിക്കും നമ്മുടെ. അത് നമുക്ക് ഇളക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡ്രോപ്പ് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. നമുക്കൊന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിക്കണം. ഇത് ഓപ്ഷണൽ ആണ്, ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചിട്ട് മതി. അതിനുശേഷം എന്നാലും അതിനൊരു ടേസ്റ്റ് ആണ്. അതെ, ഒരു തട പിടിച്ചിട്ട് ഒന്ന് ചുറ്റിക്കുക. എല്ലായിടത്തും ആ പച്ച വെളിച്ചെണ്ണയും എല്ലാം അടിപൊളി കിടുക്കി. ഇനി നമുക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രം വേണം ഒരു 3-4 കറിവേപ്പിലോട് ഇടാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു ഫ്രഷ് ഫീലും കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കുമ്പളത്തിന് കുറയ്ക്കുന്നില്ലേ. മീൻകറി വെക്കുമ്പോഴേ എപ്പോഴും തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കൊടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ആ ഉപ്പും അതിന്റെ ആ പുളിയും കാര്യങ്ങളും ഒക്കെ അതിലോട്ട് കറക്റ്റായിട്ട് പിടിക്കും. അപ്പോൾ നമ്മളിത് ഒരു 5-6 കറി മീൻകറിയുടെ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് വരണമെങ്കിൽ നമുക്ക് ഒരു ദിവസം അതായത് വൈകുന്നേരം വെച്ചിട്ട് രാത്രി വെച്ചേക്കാം. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അത് ചൂടാക്കാം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ചൂടാക്കിയില്ലെന്ന് ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരിക്കും സംഭവം. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കണം. പിന്നെ നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കിയേക്കാം. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് നോക്കിയതാണ്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. ചൂടുണ്ട്, ഉപ്പും എരിയും പുളിയും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തിട്ട് അടച്ചിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിത് നാളെ കഴിക്കാം അല്ലേ? അതെ, നാളെ കഴിക്കാം. അപ്പം അടച്ചേക്കാം. അപ്പം നല്ല ഇതുപോലെ അയലയോ മത്തിയോ എന്ത് സാധനം, അയല ആണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും. മത്തിയും കുഴപ്പമില്ല, മുറിക്കാതെ നമ്മൾ അതിൻ്റെ ആ കറക്റ്റ് വലിപ്പത്തിൽ തന്നെ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം. ഒരു പരിപാടിയില്ല, വളരെ നിസ്സാര സമയം കൊണ്ട് നമ്മുടെ പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് സംഭവം, ഗ്യാരണ്ടിയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വ്യത്യസ്തമായ ഇത് റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് കാണാം. അപ്പം വേറൊരു വ്യത്യസ്ത റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm